ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. എല്ലാ മക്കളും നാളത്തെ USS പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട അറബിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തയ്യാറല്ല മക്കളെ? യെസ്, റെഡി. നോക്കൂ മക്കളെ, ബിൽ ഖാമിസി മിൻ ഷഹ്രി യൂനിയോ. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 5-ന് നമ്മൾ എന്തോ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് അല്ലേ? അതെന്താണ് മക്കളെ? എന്താണത്? യെസ്, യൗമുൽ ബിയാത്ത് അല്ലേ? യൗമുൽ ബിയാത്ത് അല്ലേ? എന്താണ്? പരിസ്ഥിതി ദിനം. ജൂൺ 5-ന് എൻ്റെ മക്കൾക്ക് സ്കൂളിൽ നിന്നും തൈയൊക്കെ കിട്ടിയില്ല. നിങ്ങൾ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് അത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലേ? റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പൊ ജൂൺ 5-ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളോട്, എന്താണ് ആഘോഷിക്കുന്നത് എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ മക്കളെ? യോമുൽ ബിയാത്ത് അല്ലേ? അതേപോലെ പ്രധാനപ്പെട്ടതാണ് യോമുൽ ഖിറാഅത്ത് അല്ലേ? ഓപ്ഷൻ സിയിൽ വരുന്ന വായനാ ദിനം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. റെഡി അല്ലേ മക്കളെ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. മൻ ഹുവ സാഹിബു ഇക്തിശാഫിൽ ഹിന്ദ് അല്ലേ? മൻ ഹുവ സാഹിബ് ഇക്തിശാഫിൽ ഹിന്ദ് അല്ലേ? എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? ഇക്തിശാഫിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഇന്ത്യയെ കണ്ടെത്തുക അല്ലേ? ഇന്ത്യയെ കണ്ടെത്തൽ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളതിന്റെ രചയിതാവ് മൻ ഹുവ സാഹിബ് എന്നതിന്റെ രചയിതാവ് താഴെ പറയുന്നവയിൽ ആരാണ് എന്നാണ് ചോദിച്ചത്. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, അബുൽ കലാം ആസാദ് ഓർ അബ്ദുറഹ്മാൻ സാഹിബ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഇന്ത്യയെ കണ്ടെത്തൽ ഇക്തിശാഫിൽ ഹിന്ദ് എന്നതിന്റെ രചയിതാവ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ഇക്തിശാഫിൽ ഹിന്ദ്, ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളത്. ക്ലിയർ അല്ല മക്കളെ? യെസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യെസ്, അല്ലേ? രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരെന്താണ് എന്നാണ് നമ്മോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ അതിന്റെ പേര്? ഹാൽ ഫത്തൂർ അല്ലേ? എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മൻഹിയ വാലിദത്തു ജവഹർലാൽ നെഹ്റു അല്ലേ? മൻഹിയ വാലിദത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മദർ അല്ലേ? മദറിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചത് അല്ലേ? അപ്പൊ വാലിദ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പിതാവാണ്. ഇവിടെ വാലിദത്ത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മാതാവ് എന്ന് നമ്മൾ എന്ത് ചെയ്തത്, മനസ്സിലാക്കിയത്. അപ്പൊ വാലിദത്ത് ഇത് രണ്ടും എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഇനി ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. മോത്തിലാൽ നെഹ്റു അല്ലേ? അതേപോലെ കസ്തൂർബ ഗാന്ധി ഓർ ഇന്ദിരാഗാന്ധി ഓർ സ്വരൂപ് റാണി. ഇതിൽ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ സ്വരൂപ് റാണിയാണ്. ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ മാതാവിന്റെ പേര്. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? അൽ ഉമ്മു എന്ന് പറയുമ്പോൾ എന്ത് വന്നു? മുഹന്നസ് ആണ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാം, ഫിഅല് മുഹന്നസിൽ എന്ത് ചെയ്യണം, വരണം. അപ്പൊ ഏതാണ് ഇതിന് ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ? ഏതാണ്? ഓപ്ഷൻ ബി, തെജിലിസു ആണ്. ഓക്കെ അല്ലേ? തെജിലിസു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിന്റെ എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? വിപരീത പദമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ 2 എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? മറന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രോഗം എന്നാണ് അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് വിപരീത പദമായിട്ട് വരുന്നത് എന്താ? സിഹത്ത് അല്ലേ? ആരോഗ്യം. ക്ലിയർ ആണോ? യെസ്. ഇനി സബാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതം അല്ലേ? സബാൽ ഖൈർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? യെസ്. അതിന്റെ മസാഹ് അല്ലേ? മസാഹ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രദോഷം അല്ലേ? പ്രദോഷം. ഇനി വരുന്നത് എന്താ? ലൈൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? രാത്രി അല്ലേ? അപ്പൊ ഇനി അതിന് പകൽ എന്നുള്ള മീനിങ് വരുന്നത് അതിലേതാണ്? ഓപ്ഷനിൽ നെഹാറാണോ, കമറാണോ, ഷംസാണോ, ബഹ്റാണോ? യെസ്, ഓപ്ഷൻ എ നെഹാർ അല്ലേ? പകൽ അല്ലേ? രാവിലെ എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. അകലത്തിഫ്ലു അല്ലേ? അകലത്തിഫ്ലു എന്താണ്? അകലത്തിഫ്ലു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, അകല എന്നത് എന്താണ്? ഒരു ഫിയലാണ് അല്ലേ? അകല എന്നുള്ളത് എന്താണ്? ഒരു ഫിയലാണ് അല്ലേ? തിഫ്ലു എന്നത് എന്താണ്? യെസ്, ഫായിലാണ് അല്ലേ? യെസ്. അപ്പൊ ഇനി എന്താണ് നമ്മൾ കണ്ടെത്തുന്നത്? മഫ്ഹൂമിലാണ് പറയുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ഇറാബ് എന്തായിരിക്കും? ഇറാബ് ഫത്ഹ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ശരിയായിട്ട് വരുന്ന ഉത്തരം ഏതാണ്? യെസ്, അൽ മൗസ്. ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്നത്, ശരിയായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്? തൂഫിയ അബുൽ കലാം ആസാദ് സന ഡാഷ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അബുൽ കലാം ആസാദ്
മരിച്ച വർഷം അല്ലെ, മരിച്ച വർഷം താഴെ പറയുന്നത് ഇതിൽ ഏതാണ് എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. 1962 ആണോ, 1958 ആണോ, 1964 ആണോ, അല്ലെങ്കിൽ 1924 ആണോ? ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? അബുൽ കലാം ആസാദിന്റെ മരിച്ച വർഷം ഏതാ? 1958 ആണ്. 8 അബുൽ കലാം ആസാദ് മരണപ്പെട്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഇഖ്തറൽ ഖാരിജത മിൻ മജ്മുഅ അല്ലേ, എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ആ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ഇതിൽ ഒന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നതും ബാക്കി 3 ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അല, മത്ത, ലിമ, മാത അല്ലെ. ഇതിൽ മത്ത, ലിമ, മാത എന്നുള്ളതൊക്കെ എൻ്റെ മക്കൾക്കറിയാം. ഇതൊക്കെ എന്താണ്? ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലെ, മത്ത, ലിമ, മാത എന്നുള്ളത്. എന്നാൽ അല എന്നത് എന്താണ്? യെസ്, ജെറിന്റെ ഹർഫാണ് എന്തുള്ളത്? അല എന്നുള്ളത്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് അല്ലെ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ അല നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടെത്താം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കാം മക്കളെ. കാന ഹാമിദുൻ അല്ലെ, എന്താണ് ചോദ്യം? കാന ഹാമിദുൻ അല്ലെ, കാന ഹാമിദുൻ അല്ലെ. കാന വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇസ്മാണ്. ഇസ്മ എന്ത് ചെയ്യും? ഇസ്മ റഫ് ആണ് അല്ലെ. അപ്പം നെസ്ബ് എന്ത് ചെയ്യും? ഖബറാവും അല്ലെ. ഖബറിന് എന്താണ്? നെസ്ബാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ദാരിസുൻ അല്ലെ, ദാരിസ് അല്ലെ, ദാരിസിൻ, ദാരിസൻ, ദാരിസു അല്ലെ, ദാരിസ്, ദാരിസിൻ, ദാരിസൻ, ദാരിസു. അപ്പൊ ഇതിൽ ഏതാ ശരിയായിട്ട് വരുന്ന ഉത്തരം ഏതാ മക്കളെ? ഓപ്ഷൻ സി ആണ്, ദാരിസൻ. ഓക്കെ, റെഡി? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. ഇക്തശിഫ് ഷാദ് അല്ലേ. ഇക്തശിഫ് ഷാദ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, ഒറ്റയാനെ കണ്ടെത്താനാണ്. ഒറ്റയാൻ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മോട് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എന്താ? മൗസ് അല്ലേ, അതേപോലെ ടൊമാറ്റിം അല്ലേ, യക്തീൻ, ബാമിയ. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ എ ആണ്. കാരണം ഓപ്ഷൻ എ എന്താണ്? ഒരു ഫ്രൂട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത് ടൊമാറ്റിയും യക്തീനും ബാമിയും ഒക്കെ എന്താണ്? യെസ്, ഇതൊക്കെ എന്താണ്? വെജിറ്റബിൾസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ 3 വെജിറ്റബിൾസും 1 ഫ്രൂട്ടും ആണ് വരുന്നത്. അപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണ്? മൗസ് ആണ് അല്ലെ. ബാക്കി 3 വെജിറ്റബിൾസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. തോയിറുൽ വതനിൽ ഹിന്ദ് അല്ലേ, എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഓപ്ഷൻ വായിച്ചപ്പോൾ തന്നെ തോസ് ആണ്. തോസ് എന്ന് പറഞ്ഞാൽ മയിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. യെസ്, സെറ്റ് അല്ലേ മക്കളെ? യെസ് മക്കളെ. അപ്പൊ അറബിയിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി വായിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പൊ എല്ലാ മക്കൾക്കും അറബിയിൽ മുഴുവൻ മാർക്കും അതേപോലെ USS കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് മാഷ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും നന്ദി. ബൈ.